സീനിയർ നാഷണൽ വോളിബോൾ ടീമിൻ്റെ ക്യാമ്പിലാണ്. കഴിഞ്ഞ മാസം 10-ാം തീയതി മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കേരള ടീം തന്നെയാണ് ചാമ്പ്യൻസ് ആയിട്ട് നിൽക്കുന്നത്. ഈ വർഷം ബംഗാൾ, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് എന്നീ ടീമുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ഇപ്രാവശ്യം ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇത്രയും കൊല്ലത്തിലും കുറച്ച് മാറ്റങ്ങളോട് കൂടിയാണ് ടീം പോകുന്നത്. എക്സ്പീരിയൻസിൻ്റെ അഭാവം ഒരു ന്യൂനതയായിട്ട് കണക്കാക്കാമെങ്കിലും പലരും താഴത്തെ ലെവലിൽ കളിച്ചു വന്നിട്ടുള്ള പ്ലേയേഴ്സാണ്. കുറച്ച് സീനിയർ പ്ലേയേഴ്സ് ഒന്ന് ടീമിൽ നിന്നും ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ നമ്മുടെ ടീമിനുള്ളൂ. അതുപോലെ തന്നെ മുൻവർഷത്തെ ടീമുകളെ അപേക്ഷിച്ച് ഈ വർഷം സ്റ്റാർട്ടിംഗ് 6-ൽ ഒരു പ്ലെയർ ഒഴികെ ബാക്കി എല്ലാവരും റിട്ടയർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ ടീമെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്രാവശ്യം നല്ലൊരു വിജയം തന്നെ കൈവരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ടീമുണ്ട്, പ്രാക്ടീസൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. എൻ്റെ പേര് അനുശ്രീ. ഞങ്ങളിപ്പോൾ ഇവിടെ സീനിയർ നാഷണൽ വോളിബോൾ ടീമിൻ്റെ ക്യാമ്പിലാണ്. കഴിഞ്ഞ മാസം 10-ാം തീയതി മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ക്യാമ്പൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇത്തവണ വാരണാസിയിൽ വെച്ചിട്ടാണ് സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഈ മാസം 4 തുടങ്ങി 11 വരെ വാരണാസിയിൽ വെച്ച് നടക്കുകയാണ്. 72nd നാഷണൽസാണ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കേരള ടീം തന്നെയാണ് ചാമ്പ്യൻസ് ആയിട്ട് നിൽക്കുന്നത്. ഇത്തവണയും ആ ഒരു ചാമ്പ്യൻഷിപ്പ് അതേ വിന്നേഴ്സായിട്ട് തന്നെ നിലനിർത്താനുള്ള കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ടീം പോകുന്നത്. ഞാൻ സദാനന്ദൻ, കേരള സ്റ്റേറ്റ് സീനിയർ വിമൻ വോളിബോൾ ടീമിൻ്റെ ചീഫ് കോച്ചാണ്. കഴിഞ്ഞ 5 നാഷണൽസിൽ കേരള സ്റ്റേറ്റ് സീനിയർ വിമൻ ടീം ചാമ്പ്യൻസ് ആയിരുന്നു. റെയിൽവേയെ തുടർച്ചയായിട്ട് 5 പ്രാവശ്യം തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഹാർഡ്രിക്കും അതിനോടുകൂടി 2 വർഷം കൂടെ ജയിച്ച ടോട്ടൽ 5 വർഷം നമ്മൾ ചാമ്പ്യൻസാണ്. ഈ വർഷം ബംഗാൾ, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് എന്നീ ടീമുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അതുപോലെ തന്നെ മുൻവർഷത്തെ ടീമുകളെ അപേക്ഷിച്ച് ഈ വർഷം സ്റ്റാർട്ടിംഗ് 6-ൽ ഒരു പ്ലെയർ ഒഴികെ ബാക്കി എല്ലാവരും റിട്ടയർ ചെയ്തിരിക്കുകയാണ്. ഇപ്രാവശ്യം ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇത്രയും കൊല്ലത്തിലും കുറച്ച് മാറ്റങ്ങളോട് കൂടിയാണ് ടീം പോകുന്നത്. കുറച്ച് സീനിയർ പ്ലേയേഴ്സ് ഒന്ന് ടീമിൽ നിന്നും ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ നമ്മുടെ ടീമിനുള്ളൂ. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന ജൂനിയർ പ്ലേയേഴ്സ് ആണെങ്കിലും നല്ല ടാലൻ്റുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പോയിട്ട് നല്ല ഒരു വിജയം കൈവരിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഒരു 9 വർഷത്തോളമായിട്ട് കേരള ടീമിൻ്റെ കൂടെ ഉണ്ട്. അതിൽ 5 വർഷം കേരളം ചാമ്പ്യൻസ് ആകുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 5 വർഷത്തെ ചാമ്പ്യൻഷിപ്പിലും കേരളം ശരിക്കും പറഞ്ഞാൽ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് 4 സെറ്റ് എന്നുള്ള രീതിയിലാണ് വിൻ ചെയ്തത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം നല്ലൊരു വിജയം തന്നെ കൈവരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ടീമുണ്ട്, പ്രാക്ടീസൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇതൊരു പുതിയ ടീമെന്ന് വേണമെങ്കിൽ പറയാം. മുൻ വർഷങ്ങളിൽ കളിച്ച അനുശ്രീ മാത്രമാണ് ഈ വർഷം സ്റ്റാർട്ടിംഗ് 6-ൽ കളിക്കുന്ന ടീമിലുള്ളത്. ബാക്കി എല്ലാ പ്ലേയേഴ്സും പുതുമുഖങ്ങളാണ് താരതമ്യേന. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു തലമുറ മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലാണ് ഈ വർഷത്തെ ടീമിൻ്റെ ഒരു ഘടന. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞ വർഷം. അതായത് ഇന്ത്യയിലെ നമ്പർ 1 സെറ്റ് ജിനി റിട്ടയർ ചെയ്തു. അതുപോലെ തന്നെയാണ് സൂര്യ, നമ്മുടെ ഇന്ത്യയുടെ ടോപ്പ് ബ്ലോക്കറായിരുന്നു. സൂര്യ റിട്ടയർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ ടീമിന് എന്നും ഡിഫൻസിൽ നിറസാന്നിധ്യമായിരുന്ന അശ്വതി രവീന്ദ്രൻ കളി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് ടീമിൻ്റെ പെർഫോമൻസിനെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം യങ്സ്റ്റേഴ്സാണ്, വളരെ എന്തൂസിയാസ്റ്റിക് ആണ്. അപ്പോൾ അവരുടെ പെർഫോമൻസിലാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. ഓക്കെ,
തീർച്ചയായിട്ടും ടീം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ടും കേരള ടീം തന്നെയാണ് ചാമ്പ്യൻസ്. അതിൽ 2018 തൊട്ടിട്ടാണ് ചാമ്പ്യൻസ് ആവുന്നത്. 2022 ഞാൻ തന്നെയായിരുന്നു ക്യാപ്റ്റൻ. ആ ടൈമിലും കേരളം വിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും എനിക്ക് തന്നെയാണ് ക്യാപ്റ്റൻസി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വർഷവും കിരീടം ചൂടാനുള്ള ഒരു ഭാഗ്യമുള്ള ക്യാപ്റ്റനായിട്ട് മാറണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം പോകുന്നത്. എക്സ്പീരിയൻസിൻ്റെ അഭാവം ഒരു ന്യൂനതയായിട്ട് കണക്കാക്കാമെങ്കിലും പലരും താഴത്തെ ലെവലിൽ കളിച്ചു വന്നിട്ടുള്ള പ്ലേയേഴ്സാണ്. സീനിയർ നാഷണൽസ് എന്ന് പറയുന്ന അവർക്കൊരു പുതിയൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ എന്നിരുന്നാലും നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് ശേഷം ഈ കോച്ചിങ് ക്യാമ്പിൽ ട്രെയിനീസ് പെർഫോം ചെയ്തിരിക്കുന്നത്. അവരെല്ലാം ഒരുവിധം നല്ല ഫോമിലാണ്. ഐ എക്സ്പെക്ട് എ ബെറ്റർ പെർഫോമൻസ് ഇൻ ദ നാഷണൽസ്. 2017 തൊട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇത്തവണയും ഒരു കപ്പ് നേടിയിട്ട് തന്നെ വരണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്.